ഹായ് ഹലോ ഐ എം നിഷ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു സ്കാളപ്പ് സ്കെയിലാണ് പരിചയപ്പെടുത്തുന്നത്. ഇത് വളരെ യൂസ്ഫുള്ളാണ്. കൈക്കും നെക്കിനൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് നന്നായിട്ട് നല്ല ഭംഗിക്ക് നമുക്ക് സ്കാളപ്പ് വരച്ചെടുക്കാൻ പറ്റും. നമ്മുടെ കൈ കൊണ്ട് വരച്ചാലും നമ്മളൊരു പാറ്റേൺ ഉണ്ടാക്കി വരച്ചാലും അതിന് നീറ്റായിട്ട് നമുക്ക് ഈ സ്കെയിൽ വെച്ച് വരയ്ക്കാൻ പറ്റും. അത് ഞാൻ നെക്കിലും സ്ലീവിലും എങ്ങനെയാണ് വരക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ സ്ലീവിൽ നമ്മൾ ചെറിയ സ്കാളപ്പാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പം ഞാനിവിടെ ഒരു നമുക്ക് ആ സ്കാളപ്പിൻ്റെ നീളം എത്ര കിട്ടണമെന്നനുസരിച്ച് ഇത് ക്യാൻവാസാണ്. ക്യാൻവാസിൻ്റെ ഗിൽറ്റുള്ള സൈഡല്ല, ഗിൽറ്റ് ഇല്ലാത്ത സൈഡിൽ നമുക്ക് വരയ്ക്കാം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എത്ര വീതി സ്കാളപ്പിന് വേണമെന്ന് ആദ്യം തന്നെ ഡിസൈഡ് ചെയ്തിട്ട് അത്രയും വീതിക്ക് ഇങ്ങോട്ട് നീക്കി ഒരു ലൈൻ വരയ്ക്കുക. അപ്പോൾ ഞാൻ 2 സ്ലീവിനും വെക്കേണ്ടതിന് ലൈൻ വരച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ സെൻറ്റർ അടയാളപ്പെടുത്തുക. ലേശം ആ സെൻറ്റർ ഭാഗം ഗ്യാപ്പ് ഇടുക. എന്നിട്ട് ഇങ്ങനെ വരയ്ക്കുക. കണ്ടോ, നല്ല ഭംഗിയായിട്ട് നല്ല റൗണ്ടിൽ തന്നെ നമുക്ക് റൗണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് എങ്ങനെയാണെന്ന് വരയ്ക്കേണ്ടത് നോക്കാം. ഇത് രണ്ടും സ്ലീവ് രണ്ടും നമുക്ക് മാർക്ക് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് നെക്ക് നമ്മൾ എത്ര വീതിയാണ് എത്ര വൈഡാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത്രയും വൈഡിൽ നെക്ക് അടയാളപ്പെടുത്തിയിടുക. അതിനുശേഷം നമ്മൾ കറക്റ്റ് ഈ സെൻറ്റർ പോയിന്റ് മാർക്ക് ചെയ്യാം. അതിനുശേഷം സെൻറ്ററിൽ എങ്ങനെ വരേണ്ടതെന്ന് നമുക്ക് തീരുമാനിക്കാം. ഒന്നുകിൽ നമുക്ക് ഇങ്ങനെ ഒരു ഗ്യാപ്പ് സെൻറ്ററിൽ വരുന്ന രീതിയിൽ കൊടുക്കാം, അല്ലെങ്കിൽ കറക്റ്റ് ഇങ്ങനെ വരുന്ന രീതിയിൽ കൊടുക്കാം. നമുക്ക് ഇങ്ങനെ വെച്ച് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്കാളപ്പിൻ്റെ വീതി നമുക്ക് ഇഷ്ടമുള്ള പോലെ തിരഞ്ഞെടുക്കാം. നമുക്ക് ഇത്രയും സ്കാളപ്പിൻ്റെ ഇത് കുഴി വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്കത് ഹാഫാക്കാം. അപ്പോൾ അത് ആക്കാനായിട്ട് അങ്ങനെ ആക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് എത്രയാണ് കുറവ് വേണ്ടതെന്ന് ആദ്യം നമ്മൾ ഡിസൈഡ് ചെയ്യാം. നമുക്കിങ്ങനെ വെച്ചിട്ട് ആദ്യം നമുക്ക് എത്ര ഈ സ്കാളപ്പ് എത്ര വേണമെന്ന് ഡിസൈഡ് ചെയ്ത ശേഷം ഇതിൻ്റെ ഗ്യാപ്പിൻ്റെ അളവ് നോക്കുക. ഈ താഴേക്ക് ഗ്യാപ്പിൻ്റെ അളവ് നോക്കുക. ഇപ്പോൾ ഒരു ഹാഫിന് ഒരു പോയിന്റ് കുറവുണ്ട്. നമുക്ക് അതനുസരിച്ച് നമുക്ക് ഒരു എക്സ്ട്രാ റൗണ്ടും കൂടി പുറത്തേക്ക് വരയ്ക്കാം. ഇനി നമുക്ക് സെൻറ്ററിൽ കറക്റ്റ് സെൻറ്ററായിട്ട് നമുക്കിങ്ങനെ റൗണ്ട് വരുന്ന രീതിയിലാണ് നമ്മൾ വയ്ക്കാൻ പോകുന്നത്. ഇപ്പോൾ കറക്റ്റ് ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ ഗ്യാപ്പ് രണ്ടാമത് നമ്മൾ വരച്ച ലൈനിൽ വരത്തക്ക വിധം വയ്ക്കുക. അതിനുശേഷം ഇങ്ങനെ റൗണ്ട് മാർക്ക് ചെയ്യുക. അതേപോലെ തന്നെ നെക്സ്റ്റ് നമുക്ക് അതേപോലെ തന്നെ ചെയ്യാം. നമ്മൾ ജസ്റ്റ് ഒന്ന് ചരിച്ചു കൊടുത്താൽ മാത്രം മതി. ഈ പോയിന്റ് കറക്റ്റ് ഈ സെക്കൻഡ് ലൈനിൽ മുട്ടണം.
ഇനി നമുക്ക് കഴുത്തിൽ എങ്ങനെ പിടിപ്പിക്കാമെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒന്ന് അയൺ ചെയ്തെടുത്തിരിക്കുകയാണ്. എന്നിട്ട് നല്ല തുണി നല്ല വശത്തിൻ്റെ മുകളിലായിട്ട് കറക്റ്റ് സെൻറ്ററൊക്കെ നോക്കിയിട്ട് ഈ പീസ് പിടിപ്പിക്കുക. അതിനുശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് സെൻറ്ററിലും 2 സൈഡിലും ഒന്ന് സ്റ്റിച്ച് ചെയ്തൊന്ന് ഉറപ്പിക്കുക. നെക്ക് എന്ത് സ്റ്റിച്ച് ചെയ്താലും നമ്മൾ സെൻറ്ററിൽ നിന്ന് തുടങ്ങുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കിട്ടുക കേട്ടോ. അപ്പോൾ ഏത് നെക്കാണെങ്കിലും നമ്മൾ തുടങ്ങുമ്പോൾ എപ്പോഴും സെൻറ്ററിൽ നിന്ന് 2 വശത്തായിട്ട് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഞാനും ഇവിടെ സെൻറ്ററിൽ നിന്ന് ആണ് നമ്മൾ 2 സൈഡിലേക്കായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്കാളപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വളരെ സ്ലോവിൽ ചെയ്യാൻ പാടുള്ളൂ, ഒരിക്കലും സ്പീഡിൽ ചെയ്യരുത്. കാരണം നമുക്കതിൻ്റെ കറക്റ്റ് റൗണ്ടിലേക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ക്ഷമയോടെ തന്നെ ഇരിക്കണം. പിന്നെ വളരെ ചെറിയ സ്റ്റിച്ച് നമുക്ക് ഇടാൻ പാടുള്ളൂ. നമ്മളൊരിക്കലും ലോങ് സ്റ്റിച്ച് ഇട്ട് ഇങ്ങനെയുള്ള സ്കാളപ്പുകൾ പ്രത്യേകിച്ച് നെക്ക് തയ്ക്കരുത്. എന്നിട്ട് നെക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നെക്ക് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് തുണിയൊന്നും ഉള്ളിലിടരുത്, കുറച്ച് തുണി മാത്രം ഉള്ളിലിടാൻ പാടുള്ളൂ. എന്നാലും കറക്റ്റായിട്ട് നമുക്ക് തിരിഞ്ഞ് കിട്ടുള്ളൂ. പിന്നെ അതിൻ്റെ മൂല നന്നായിട്ട് ഇതേപോലെ അറ്റം വരെ, ആ മൂലയുടെ അറ്റം വരെ നമ്മൾ കട്ട് ചെയ്യണം. പക്ഷേ ത്രെഡ് കട്ട് ചെയ്യാതെ നോക്കുക. ഇങ്ങനെ ചുറ്റും കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് തിരിച്ചെടുക്കാം. ഇത് നല്ല കറക്റ്റായിട്ട് തന്നെ തിരിഞ്ഞ് കിട്ടും. നമ്മൾ ആദ്യം തന്നെ സ്കാളപ്പ് കട്ട് ചെയ്തിട്ടുള്ള തയ്ച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്കാളപ്പ് കട്ട് ചെയ്ത് തയ്ക്കുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ തയ്ക്കുമ്പോൾ സ്കാളപ്പ് കറക്റ്റ് വരച്ചിട്ട് അതനുസരിച്ച് സ്റ്റിഫ് പേപ്പർ ക്യാൻവാസ് കട്ട് ചെയ്യും. എന്നിട്ട് ഒട്ടിച്ചിട്ട് നമ്മൾ തയ്ക്കും. അപ്പോൾ തുണി കൂടി ആയിരിക്കും സ്റ്റിച്ച് വരുന്നത്. അപ്പോൾ അതിനേക്കാൾ നല്ല ഭംഗിയായിട്ട് നല്ല സ്റ്റിഫായിട്ട് തന്നെ നമ്മുടെ ഈ നെക്ക് ഇരിക്കും. ഇത് കാരണം നമ്മൾ അങ്ങനെയല്ല കട്ട് ചെയ്തിരിക്കുന്നത്, വരച്ചതിൻ്റെ മുകളിൽ കൂടിയാണ് തയ്ച്ചിരിക്കുന്നത്. ഇനി നമുക്ക് കറക്റ്റായിട്ട് തിരിച്ചെടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ടൂൾ ഉപയോഗിച്ച്, ഞാൻ സ്ക്രൂ ഡ്രൈവറാണ് ഉപയോഗിക്കുന്നത്, അതിൻ്റെ ആ ഒരു ഫ്ലാറ്റായ ഭാഗം ഇങ്ങനെ ഉള്ളിൽ കൂടി എടുത്തിങ്ങനെ ജസ്റ്റ് ഒന്ന് കറക്റ്റ് ഒന്ന് നിവർത്തി കൊടുക്കുക. ആ സ്റ്റിഫിൻ്റെ ഭാഗം ഒന്ന് നിവർത്തി കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് ആ റൗണ്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളിവിടെ നല്ല നീറ്റായിട്ട് സ്കാളപ്പൊക്കെ തിരിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് അയൺ ചെയ്തെടുക്കുക. അപ്പോൾ വളരെ സ്ലോവിൽ നമ്മൾ ചെയ്ത് നല്ല നീറ്റായിട്ട് നമുക്ക് ഈ ഒരു സ്കെയിലിൻ്റെ സഹായത്തോടു കൂടി തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ചെയ്ത് നോക്കാം. താങ്ക് യു.